കർണാടകയിൽ മുഖ്യമന്ത്രി തർക്കം വീണ്ടും ഉയരുന്നതിനിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഡൽഹിയിൽ. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന് മുന്നിൽ ഉപാധി വച്ചു എന്നാണ് റിപ്പോർട്ട്. താൻ ഒഴിഞ്ഞാൽ പകരം ദളിത് മുഖ്യമന്ത്രി വേണമെന്നാണ് സിദ്ധരാമയ്യ നിലപാടെടുത്തിരിക്കുന്നത്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. പറയൂ ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കർണാടകയിലെ അധികാര തർക്കം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടകയുടെ ചുമതലയുള്ള രൺദീപ് സുർജേവാല തുടങ്ങിയവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ചാണോ ചർച്ചയെന്ന കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് ബംഗളൂരുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സിദ്ധരാമയ്യ പറഞ്ഞത് KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. എന്താണ് കാര്യം, ചർച്ചയുടെ ഉദ്ദേശം എന്താണ് എന്നത് മനസ്സിലായിട്ടില്ല. രാവിലെ 11 മണിക്ക് ഖർഗെയുമായി കാണണം എന്ന് മാത്രമാണ് പറഞ്ഞത്. താൻ ഡൽഹിയിലേക്ക് അതുകൊണ്ടാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. DK ശിവകുമാറും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി കർണാടകയിൽ അധികാര കൈമാറ്റം നടത്തണം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് DK ശിവകുമാറിനെ കൊണ്ടുവരണമെന്ന് DK ശിവകുമാറിന്റെ അനുയായികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. പക്ഷേ സിദ്ധരാമയ്യയുടെ പിന്നിലാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉറച്ചു നിൽക്കുന്നത്. അതിൽ മലയാളിയായ KJ ജോർജ് ഉണ്ട്, ആഭ്യന്തരമന്ത്രി G പരമേശ്വരയുണ്ട്, MB പാട്ടീൽ, സംസ്ഥാന വ്യവസായ മന്ത്രി MB പാട്ടീലുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷും അതോടൊപ്പം തന്നെ മറ്റു ചില നേതാക്കളും മാത്രമാണുള്ളത്. സതീഷ് ജാർക്കിഹോളി എന്ന മുതിർന്ന നേതാവും സിദ്ധരാമയ്യ പക്ഷത്താണ് നിൽക്കുന്നത്. ഫുൾ ടൈം 5 വർഷക്കാലവും സിദ്ധരാമയ്യയെ ഭരിക്കാൻ അനുവദിക്കണം എന്ന നിലപാടാണ് സിദ്ധരാമയ്യ അനുകൂലികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ അത് കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയതന്ത്രമായ അഹിന്ദ, അല്പസംഖ്യ, ഈ ന്യൂനപക്ഷം, അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗക്കാർ, ദളിത് ഇവരടങ്ങിയ ആ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് അതിൽ പോറലേൽക്കും. അതിന് സിദ്ധരാമയ്യയാണ്, ഈ അഹിന്ദ എന്ന് പറയുന്ന ആ കൂട്ടുകെട്ടിനെ മുന്നോട്ട് നയിക്കുന്നത്. അതിൽ സിദ്ധരാമയ്യ മാറുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ G പരമേശ്വര വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ഈ ചർച്ചകൾ എങ്ങും എത്തുന്നില്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്ന് കരുതാം. പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടാൽ ഒരുപക്ഷെ മല്ലികാർജുൻ ഖർഗെയെ തന്നെ കർണാടക മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കവും ഹൈക്കമാൻഡ് പരീക്ഷിച്ചേക്കും. ഖർഗെ കർണാടക രാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായി തലയുയർത്തി നിൽക്കുന്ന നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രിയാകാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കർണാടക മുഖ്യമന്ത്രി കസേരയിലേക്ക് ഖർഗെയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ രാവിലെ നടക്കുന്ന ചർച്ചയിൽ എന്തായിരിക്കും ആ ചർച്ചയുടെ തീരുമാനം എന്നത് ഉറ്റുനോക്കുകയാണ് കർണാടക രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ ഈ നേതാക്കൾ പറയുന്നത് 3 രാജ്യസഭാ സ്ഥാനാർത്ഥികളെ ജൂലൈ മാസം 8-ാം തീയതിക്കകം തീരുമാനിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലാണ് പ്രധാനപ്പെട്ട ചർച്ച. അതോടൊപ്പം MLCകളെ സംബന്ധിച്ചും ചില ഒഴിവുകൾ വരുന്നുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ, അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഭാഗം പറയുന്നത്. എന്താണ് ചർച്ചയുടെ തീരുമാനമെന്ന് രാവിലെ 11 മണിക്ക് നടക്കാൻ പോകുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.